ഹലോ ഫ്രണ്ട്സ്. യൂട്യൂബ് വീഡിയോ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലെല്ലാമാണോ പ്ലേ ആകുന്നത്? ഇപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണമായി ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. Hello friends, welcome to a new video. YouTube is currently showing a small issue. That is, you can see a big difference in the revenue you are getting. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലാംഗ്വേജിൽ, അതായത് മലയാളത്തിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ഇംഗ്ലീഷിലെല്ലാമാണ് വരുന്നത്. പല ആളുകൾക്കും അല്ലെങ്കിൽ വ്യൂവേഴ്സിനെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ലാംഗ്വേജ് എല്ലാം മാറി വരുന്നത് എന്നൊരു കൺഫ്യൂഷൻ എല്ലാം വരാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ എല്ലാം തന്നെ എനേബിൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഇംഗ്ലീഷിലായി വരുന്നത്. അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇത് പല ലാംഗ്വേജിലെല്ലാം കേൾക്കാനെല്ലാം സാധിച്ചു എന്ന് വരും. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ വോയിസിൽ, അതായത് ഇത് ഏത് ലാംഗ്വേജിലാണ് അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാം കാണണമെങ്കിൽ, ഇപ്പോൾ ഇത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ ഓഡിയോ ട്രാക്ക് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം മലയാളം ഒറിജിനൽ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ഇത് മലയാളത്തിലേക്ക് തന്നെ കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിൻ്റെ റവന്യൂ എല്ലാം YT സ്റ്റുഡിയോയിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നെല്ലാം പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു ഫീച്ചർ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറെല്ലാം യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് വൈഡർ ഓഡിയൻസിലേക്കെല്ലാം എത്തിക്കാൻ സാധിക്കും. അതായത് മലയാളം മാത്രം അറിയുന്ന ഓഡിയൻസ് മാത്രമല്ല, ഇനി മലയാളം അറിയാത്തവർക്ക്, അവർക്ക് ഇതര ഭാഷയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജിലെല്ലാം കേൾക്കാനുള്ള ഒരു ഫീച്ചറാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ നമുക്ക് മലയാളം മാത്രമേ അറിയൂ. നമ്മൾ മലയാളത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇത് മറ്റുള്ളവർക്ക് അവർക്ക് ഈ ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറെല്ലാം എനേബിൾ ചെയ്ത് അവർക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ, ഹിന്ദിയിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റു ലാംഗ്വേജുകളിലെല്ലാം തന്നെ ഇത് കേൾക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ കണ്ടൻറ്റ് എന്താണ് എന്ന്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് തന്നെ അവർക്ക് എന്താണ് നമ്മൾ പറയുന്നത് എന്നെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ നൽകുന്നത്. അതിനാൽ തന്നെ വൈഡർ ഓഡിയൻസിനെ എല്ലാം ലഭിക്കുന്നതിനുള്ള ഒരു അടിപൊളി ഫീച്ചർ കൂടിയാണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു പല ലാംഗ്വേജിലും വീഡിയോ എല്ലാം വരുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഏതിലാണ് എന്ന് മനസ്സിലാക്കുകയും അത് പ്ലേ ചെയ്യേണ്ട ഓപ്ഷനുമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറെല്ലാം നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ചാനലിലും ഇത് എനേബിൾ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇത് കൊടുക്കുന്നതാണ്. അതിനാൽ തന്നെ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറെല്ലാം എനേബിൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്